പസിൽ ചലഞ്ച് കൊണ്ടാണ് വന്നേക്കുന്നത്. മാളുവിൻ്റെയും മീനിൻ്റെയും കയ്യിൽ കുറേ പസിൽസ് ഇരിപ്പുണ്ട്. അത് നമ്മളെ ഫോണിനകത്ത് ടൈമർ വെച്ചിട്ടുണ്ട്. ആ ടൈമർ വെച്ചിട്ട് 5 മിനിറ്റ് ആണോ മാളു? 5 മിനിറ്റ് കൊണ്ട് ആരാണോ ആദ്യം വെക്കുന്നത് അവർക്ക് എത്ര രൂപ? ഫസ്റ്റ് കിട്ടുന്നവർക്ക് 200 രൂപ. അല്ല, 2 റൗണ്ടായിട്ടാണ്. ആദ്യത്തെ റൗണ്ടില് ജയിക്കുന്നവർക്ക് 100 രൂപ, രണ്ടാമത്തെ റൗണ്ടിലും 100 രൂപ. അപ്പൊ ഞാൻ ഈ ഗെയിമിലില്ല, മീനു മാത്രമേ ഉള്ളൂ. മീനു ഇതില് 4 പസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരും നമ്മൾ ഈ ലോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ടിട്ട് ഇതിലേതെങ്കിലും മീനു ഒരെണ്ണം സെലക്ട് ചെയ്യും. ആ ഔത്ത് എഴുതിയേക്കുന്ന ആ ഒരു പസില് മീനു ഇത് സോൾവ് ചെയ്യണം. 5 മിനിറ്റ് ടൈമറിനാകും. സോൾവ് ചെയ്തെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ മീനുവിന് 100 രൂപ കിട്ടും. സോൾവ് ചെയ്തില്ലെങ്കിൽ 1 പൈസ കിട്ടാൻ പോണില്ല. അങ്ങനെയാണ് ഗെയിം. രണ്ടാമത്തെ റൗണ്ടിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ലോട്ട് നമ്മളിടും. അതിലൊരെണ്ണം എടുക്കും. അത് 5 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തില്ലെങ്കിൽ 100 രൂപ കിട്ടത്തില്ല. ചെയ്താൽ 100 രൂപ കിട്ടും. അങ്ങനെയാണ് ഇന്നത്തെ ഗെയിം. അപ്പൊ നീ ഇല്ല ഇതിനകത്ത്? ഞാൻ ഇല്ല, മീനു മാത്രമേ ഉള്ളൂ. ഞാനടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു. മീനു മാത്രം അങ്ങനെ ചെയ്യുന്നതല്ലായിരുന്നു നല്ലതൊന്നും കൂടെ? അല്ല, 5 മിനിറ്റിനുള്ളിൽ. അതുകൊണ്ടാണ് ടൈമർ വെച്ചത്. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ടൈമറിന്റെ ആവശ്യമില്ലായിരുന്നു. ആദ്യം ആരാണോ വെക്കുന്നത് അത് നോക്കിയാൽ മതിയായിരുന്നു. ഇന്ന് അതുകൊണ്ട് ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 4 ലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിടാം. മീൻ ഒരെണ്ണം എടുക്കുവേ. ഓക്കെ, ഒരെണ്ണം എടുത്തോ. നമുക്ക് നോക്കാവേ. സ്നോസി, അതായത് സ്നോസിയോ? അത് എനിക്കിന്റെ പേരൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ എഴുതി വെച്ച പേരൊക്കെയാണ്. ഇതാണ് ആ പസില്. അപ്പൊ ഇതാണ് ഇന്ന് മീന് സോൾവ് ചെയ്യാൻ പോകുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇവിടെ സോൾവ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇത് കമത്തിയിട്ട് നമുക്ക് ഇതെല്ലാം നിരത്തിയില വെക്കാം. എന്നിട്ട് ടൈമർ വെക്കാം. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഒന്നും തീരത്തില്ല. അപ്പം താഴെ പോയോ? താഴെ ഒന്നും പോയില്ല. അപ്പൊ ഞാനിവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല. അത് ചെയ്തോളും. അല്ല, നിരത്തി വെക്കാൻ ടൈമർ സെറ്റ് ചെയ്തോ? ടൈമർ വെച്ചിട്ടുണ്ട്. അത് ഇപ്പം ഓണാക്കിയില്ല. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മള് ടൈമർ ഓണാക്കാം. ഇതെല്ലാം ഇനി നേരെ വെക്കുവോ? ഇതെല്ലാം നേരെ വെക്കണം, എങ്കിലേ എളുപ്പമുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോ കമത്തി വെച്ച് ചെയ്യാനാണെങ്കിൽ ഒത്തിരി നേരം എടുക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യുവാണ്. ഇല്ലെങ്കിൽ ഇവള് കൊച്ചല്ലേ, ഇവക്ക് അല്ലെങ്കിൽ പറ്റിയല്ല. 5 മിനിറ്റേ ഉള്ളൂ ടൈമർ. കൊച്ചാന്നൊന്നും പറയണ്ട അല്ലേ മീൻകുട്ടി? കൊച്ചാന്നൊന്നും അല്ലല്ലേടാ മീൻകുട്ടിക്ക്. ഇതൊക്കെ സിമ്പിൾ. എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട്. അവിടെ എടുത്ത് ഒന്ന് കാണിച്ചേ. ഇവത്തേലും ഈ പടം കൊടുത്തിട്ടുണ്ട്. ഈ പസിലിന്റെ ഈ ഓരോ പീസിലും ഇതേ പടം തന്നെയുണ്ട്. അപ്പൊ ഇത് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് ഫുള്ള്. അതാണ് ഗെയിം. താഴെ ഇടല്ലേ. അപ്പൊ ഞാൻ ടൈമർ വെക്കാൻ പോവാണ്. ഞാൻ 5 മിനിറ്റ് ഫോണില് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടൈമർ വെച്ചോട്ടെ. ടൈമർ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചെയ്യണം. ടൈമർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊടാനേ പറ്റിയല്ല കേട്ടോ. കാണാവോ? ഇതാണ് ടൈമർ. അതിൻ്റെ അകത്ത് ഒന്നും കൂടി ഒന്ന് 5 മിനിറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. എല്ലായിടത്തും വെച്ചേക്കുവാണ് അറേഞ്ച് ചെയ്തേ. തുടങ്ങിയോ? സ്റ്റാർട്ട്. 3, 2, 1 ഗോ. നമ്മള് ടൈമർ വെച്ചിട്ടുണ്ടേ. ഓക്കെ, തുടങ്ങി. 5 മിനിറ്റിനുള്ളിൽ തീരണം കേട്ടോ. ഇല്ലെങ്കിൽ പൈസ കിട്ടത്തില്ല. ഇവിടെ ഈ ബസ്സിൽ ആദ്യമായിട്ട് വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവള് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ എപ്പോഴും വെച്ചോണ്ടിരിക്കത്തുള്ളൂ. ആണോ മീനുകുട്ടി? അപ്പൊ ഇത് ചെയ്തിട്ടില്ലേ ഇതിനു മുമ്പ്? അല്ലാതെ ഇവള് എടുത്തിട്ടേ ഇല്ല. ചെയ്യാം. കൊച്ചിന് കിട്ടുന്നുണ്ടോ? 1 മിനിറ്റ് തീർന്നേ. 1 മിനിറ്റ് ആയെന്ന്. പെട്ടെന്ന് വെക്ക്. 2 കൈ ഉപയോഗിക്കുക. ഇവിടെ എപ്പോഴും വെച്ചോണ്ടിരിക്കുന്ന ബസ്സിൽ ഇതാട്ടോ. ഇത് മാത്രമേ ചുവേനേരം വെക്കാൻ അറിയത്തുള്ളൂ. ഇതൊക്കെ എന്താവും അറിയത്തില്ല. വെച്ചോളൂ. ഇത് എനിക്ക് പോലും ടഫാണ്. കാരണം അതിന്റെ ഈ എല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതൊക്കെ വെച്ചോളൂ. അയ്യോ, എനിക്ക് തോന്നണില്ല. അത് ശ്രദ്ധിച്ച് നോക്കിയെടുക്ക്. സമയമില്ല. 1.5 മിനിറ്റ് കഴിഞ്ഞു. ശ്രദ്ധിച്ച് നോക്കിയെടുക്ക്.
ധൃതി എടുക്കാൻ പയ്യെ ചെയ്താൽ മതി. അതവിടെ അല്ലല്ലോ, എന്റെ ഇടയ്ക്ക് വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ. അത് അവള് വെച്ചോളും. അവിടെ അല്ലല്ലോ. അത് അടിയിലത്തെ പടം നോക്കി നോക്കി വെക്കും. കിട്ടുന്ന ആദ്യം എടുത്ത് വെക്കും. 2 മിനിറ്റ് കഴിഞ്ഞു. ഇതുവരെ വെച്ചത് 3-4 പീസാണ്. ആ സാരില്ല, കുഞ്ഞല്ലേ, നിനക്ക് പറ്റുന്ന പോലെ അവൾക്ക് പറ്റിയല്ലോ അല്ലേ മീനുകുട്ടി? 10 മിനിറ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അന്നേരം വീഡിയോ ലെങ്ത് കൂടിപ്പോവും. പക്ഷെ നമ്മളിത് മൊത്തം കാണിക്കുന്നൊന്നുമില്ല, കട്ട് ചെയ്താണ്. ഒന്നും കിട്ടുന്നില്ലല്ലേ. ഇനി താഴേന്ന് വെക്കേ. ഇതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലായിടത്തും വെച്ച് നോക്കണം. താഴേന്നൊക്കെ വെച്ച് നോക്കിക്കേ. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു പസിലും കൂടെ കിട്ടിയായിരുന്നു, പക്ഷെ അത് ഒരു ഇതിന്റെ അടിയിലുള്ള ഫോട്ടോയുടെ പോലെ അല്ല മുകളിലത്തെ പസിലിന്റെ പീസസ്. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയാണ്. അത് ഭയങ്കര ടഫുമാണ് ഒക്കെ. വേഗം വെക്കേ. നമ്മളത് എഴുതിയിട്ടില്ല ലോഡില്. വേഗം ചെയ്യേ. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് എടുത്തുണ്ട്. പെട്ടെന്ന് എടുക്ക. കിട്ടുന്നുണ്ടോ? തിരിച്ചൊക്കെ വെച്ച് നോക്കിയേ. തിരിച്ച് ഇവിടെ ഒക്കെ എടുത്തു വെക്കാം. എവിടുന്നാ മീനു ഇതെല്ലാം മേടിച്ചേ? എവിടുന്നാ? ഓൺലൈനിൽ. ഇതാര് പറഞ്ഞിട്ടാ മേടിച്ചേ? വീട്ടിൽ പോയി ഇത് കണ്ടു. ആ അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ അച്ഛനോട് മേടിക്കാൻ പറയും. അങ്ങനെ ഇത് മേടിച്ചതാണ്. അച്ഛൻ എന്നിട്ട് മേടിച്ച് തന്നോ? വഴക്കുണ്ടാക്കിയോ മേടിച്ചു തരാൻ? ഇല്ലേ? ഉണ്ടാക്കി. ഓ ഇല്ല, അച്ഛൻ പറഞ്ഞപ്പോഴേ തന്നെ മേടിച്ചു തന്നില്ലേടാ. പെട്ടെന്ന് ചെയ്യ, സമയം പോകും ഇപ്പൊ തന്നെ. കഴുത്ത് കിട്ടുന്നില്ല, അടുത്ത എടുത്ത് വെക്ക. എവിടെയെങ്കിലും കിട്ടുന്ന ആദ്യം എടുത്ത് വെക്ക്. ശ്രദ്ധിച്ച് നോക്കി എടുക്ക്. കിട്ടിയോ? പെട്ടെന്നാക്കിയോ? ആ മെടിക്ക്. നീ കുറച്ചെണ്ണം കൂടെ വെച്ചാൽ മതി. അത് ശ്രദ്ധിച്ച് നോക്കി കണ്ടുപിടിക്കണേ. ചെയ്തു കേട്ടോ. അതും കിട്ടിയോ? ആ മിടുക്കി മിടുക്കി. ആ മിടുക്കി. ഈ അടുത്തത്. ആഹാ, എനിക്കാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇത്ര ഒന്നും സ്പീഡ് ഞാൻ ചെയ്യത്തുമില്ല. ടൈമിനി എന്നാ കൂടെ ഉണ്ട്? 8 സെക്കൻഡോ? അതേതായാലും ചെയ്യല. 5 മിനിറ്റ് തീർന്നോ? 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് പറ്റുന്നത്ര വെച്ചിട്ടുണ്ട്. ആ നടുക്കി ഇനി കുറച്ച് പോർഷനും കൂടി. അതും കൂടെ വെക്കട്ടെ. ടൈമർ അടിച്ചോന്നും കൊച്ചു കണക്കാക്കണ്ട കേട്ടോ. കൊച്ചു വെച്ചോ കേട്ടോ. ഇവിടെ വെച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. വെക്കട്ടെന്നേ. മൊത്തം വെച്ചോളൂ. കൊച്ചു വെക്കുന്നുണ്ടല്ലോ, ഇച്ചിരി താമസിച്ചെന്നല്ലേ ഉള്ളൂ അല്ലേ മീനു? അല്ലേ? 3-4-5 എണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ടൈമർ അടിച്ചു പോയി. ആ സാരമില്ല, കൊച്ചല്ലേ. നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. ആ പിന്നെ അല്ലേടാ, ചേച്ചിക്ക് പറ്റിയല്ല പിന്നെയാ. ഇനി അടുത്ത റൗണ്ടിൽ ഇനി നീയും കൂടെ അങ്ങോട്ട് കൂടിയാൽ മതി കേട്ടോ.
ഒന്ന് നീയും ചെയ്യുക, ഒന്ന് മീനും ചെയ്യുക. അപ്പം രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ ആരാ ജയിക്കുന്നതെന്നൊന്ന് അറിയണം. ഈ പറയുന്ന പോലെയാണോ എന്നൊന്ന് അറിയാമല്ലോ. അവർക്ക് ലോട്ട് ഇട്ടിട്ട് ടൈമർ വെക്കാതെ ആദ്യം ആരാണ് ചെയ്യുന്നത് അവര് ചെയ്യും. ചേച്ചി ഞാൻ കളിക്കുന്നതിന് മുമ്പ് കളിക്കുന്നത്. അല്ല, മീനുകുട്ടിക്കാ. രണ്ടെണ്ണം കൂടെ ഉള്ളൂ. മീനുകുട്ടിക്കാ സ്പീഡ് കൂടുതൽ അല്ലേടി മാളു? മീനുകുട്ടിക്കല്ലേ സ്പീഡ് കൂടുതൽ? അവിടെ ഇറക്കത്തില്ലേടാ അത്? ചിലത് ഇങ്ങനെ കൺഫ്യൂഷൻ ആയി പോകും ചിലത് വെക്കുമ്പോഴേ. അപ്പൊ ഇവിടെ ചിലപ്പോ പെട്ടെന്ന് വെച്ചു. നോക്കട്ടെ. ഇവിടെ വെച്ചിട്ടുണ്ടേ. ടൈം ഇച്ചിരി കൂടുതൽ എടുത്തെങ്കിലും അത് ഫുള്ളാക്കി വെച്ചല്ലോ. മിടുക്കി കേട്ടോ. അപ്പൊ പൈസ കൊടുക്കണോ മാറാ? 100 രൂപ കൊടുത്തേരെ. കൊടുത്തേക്കാം. കാരണം ഇവിടുത്തെ ഈ ഒരു ഇത്രയും പോർഷനെ വെക്കാനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവള് വെച്ചിട്ടുണ്ട്. നമുക്ക് പൈസ കൊടുത്തേക്കാം. 5 മിനിറ്റിനുള്ളിൽ അവൾ അത്രയും കളിച്ചു. നമുക്ക് 100 രൂപ ഫസ്റ്റ് റൗണ്ടിലെ വിന്നർക്ക് കൊടുക്കാം. എതിരാളി ഇല്ലാത്ത പോരാളി. പക്ഷെ ടൈമർ ഉണ്ടായിരുന്നു. എതിരാളി ഇല്ലാത്ത പോരാളിക്ക് 100 രൂപ കിട്ടിയിരിക്കുന്നു. 100 രൂപ കിട്ടി. ഇനി സെക്കൻഡ് റൗണ്ടില് ഞാനും മീനും കൂടെയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഈ പസിൽ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന്റെ ലോട്ടും എടുത്ത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3 നമുക്ക് ലോട്ടിട്ട് എടുക്കാവേ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് 3 പസിലും കൂടെയാണ് ബാക്കിയുള്ളത്. ഇതൊക്കെയാണ്. ഒരു സീയുടെ കൂട്ടുണ്ട്, പിന്നെ ഒരു യൂണിക്കോൺ ബാർബിയും കൂടെ നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ കുറച്ച് ആനിമൽസിന്റെ ആണ്. അപ്പൊ നമുക്ക് 3 പേരെഴുതിയ ലോട്ടുണ്ട്. നമുക്ക് ലോട്ട് ഇട്ടിട്ട് എടുക്കാവേ. എടുത്തോ. ഞാൻ ഇത് എടുത്തിട്ടുണ്ടേ. നമുക്ക് ഏതാ നോക്കാം. എനിക്ക് ആനിമൽസിന്റെ ആണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഇനുനോ ഏതാ? യൂണിക്കോൺ വിത്ത് ബാർബി. ഇത് ഓ, അപ്പൊ ഇത് ആർക്കും ഇതുവരെ കിട്ടിയില്ല. എനിക്കിതും മീനുവിന് ഇതുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നിക്കി മറിക്കാൻ വേണ്ടിട്ട് പറയാം. അപ്പൊ നമ്മളിത് അത് ആദ്യം നൂർത്തി വെക്കും. വെച്ചിട്ട് നമുക്ക് മത്സരം ഇത് തുടങ്ങാം. മുമ്പത്തെ പോലെയല്ല, ഇത് ഭയങ്കര ടഫായിട്ടുള്ളതാണ്. സ്പീഡ് വേണം. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം നേരെയാക്കാം. ചേച്ചി പെട്ടെന്ന് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റിയല്ല. അങ്ങനെ ഇപ്പൊ എങ്ങനെയാ നേരത്തെ പറയുന്നത് ആരാ ജയിക്കുന്നതെന്ന്? ചെയ്ത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം, ഞാൻ നേരത്തെ ഇങ്ങനെ മത്സരം വെച്ചിട്ടുള്ള. ഇപ്രാവശ്യം കൊച്ചു ജയിക്കണം കേട്ടോ. മീനുകുട്ടി ജയിക്കണം, അതാ അമ്മയ്ക്ക് ഇഷ്ടം. 100 രൂപ അവള് കൊണ്ടുപോയി. ഈ സെക്കൻഡ് റൗണ്ടിൽ ആര് കൊണ്ടുപോകുന്ന അറിയാം. ഫസ്റ്റത്തെ റൗണ്ടിൽ ഞാൻ മത്സരിക്കാനില്ലായിരുന്നു. സെക്കൻഡ് റൗണ്ടിലത്തെ കാര്യം അറിയത്തില്ല. ഞാൻ എല്ലാം മലത്തി വെച്ചിട്ടുണ്ട്. മീനും മലത്തി വെക്കട്ടെ. നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല. ഓക്കെ, ബോർഡ് എടുത്തിട്ടുണ്ട് രണ്ടുപേരും. എന്റെ ഇതാണേ പടവേ. ഓക്കെ, വെക്കാൻ തുടങ്ങിക്കോ. സ്റ്റാർട്ട്. ഈ പസിലിൽ ഇവള് എക്സ്പെർട്ട് ആണ്. ഒക്കെ കറക്റ്റ് കിട്ടുകയും ചെയ്തു. ഞാൻ നേരത്തെ തന്നെ എടുത്തത്. ഞാൻ കത്തിയിട്ടില്ല. വേഗാട്ടെ, പെട്ടെന്നാട്ടെ. കിട്ടുന്നില്ലെങ്കിൽ കൊറേ ദിവസമായില്ലേ ചെയ്തിട്ട്. നോക്കി എടുക്ക. മാളു വേണ്ട ജയിക്കാൻ പോണു. 3 കിട്ടുന്നതൊക്കെ പെറുക്കി വെക്ക് മീനു. അതിനകത്തന്നെ നീ അങ്ങോട്ട് നോക്കാതെ മാളു. ചുമ്മാ എത്രയായിരുന്നു അറിയണ്ടേ. എന്നാണേലും നീയേ തോക്കുള്ളൂ. മീനു ജയിക്കും, മീൻകുട്ടി ജയിക്കും. അങ്ങനൊന്നും പറയാൻ പറ്റിയല്ല. പിന്നെ മീനുകുട്ടിയെ തോപ്പിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. നീ കണ്ടോ ചിലപ്പോ ഞാൻ ജയിച്ചിട്ടില്ല. ജയിക്കൂ നീ. ഞാൻ ഒരു സൈഡ് വെച്ചു. വേഗം വയ്ക്ക് മീനു. മത്സരമല്ല, വേഗം വെക്ക്. പെട്ടെന്ന് വെച്ചു. സെക്കൻഡ് റൗണ്ടിലെ 100 രൂപ ആര് കൊണ്ടുപോകും കണ്ടറിയാം. ചെയ്യ വേഗം ചെയ്യ. തുമ്പിക്കൈ എവിടെ പോയോ?
അവളൊരു ഭാഗം ഫുള്ള് വെച്ചു. ഞാൻ അങ്ങനെയാ പെമ്പിള്ളേർ. എനിക്ക് കിട്ടണ്ടേ, അതൊക്കെയാണ് ഇനി ബാക്കി വെക്കാൻ പറ്റും. ഒക്കെ അതിനെ തുടർന്നാക്കും. ഇതൊക്കെ വെക്കണേ ഇച്ചിരി ബുദ്ധിയും കൂടെ വേണം. ഞാൻ എനിക്ക് പിന്നെ അല്ലേ മീനുകുട്ടി? ഇച്ചിരി ബുദ്ധി വേണം അല്ലേ? ഒരു ദിവസോടാ പഠിച്ചെടുക്കുക. ആണോ? ഒരു ദിവസം കൊണ്ട് ഇത് മാത്രം വേറൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല, വേറൊന്നും പഠിക്കേണ്ട മതിയാ. ചേച്ചിയെ തോപ്പിക്കണം കേട്ടോ. ഞാൻ ജയിക്കണോ? പറ. നീ ജയിക്കുന്ന നിന്റെ ഇഷ്ടം, ഞാൻ ജയിക്കണമെങ്കിൽ നീ തോക്കുന്നത് നിന്റെ ഇഷ്ടം, ജയിക്കുന്നത് നിന്റെ ഇഷ്ടം. പക്ഷെ മീനു ജയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ആഗ്രഹം ഞാൻ കൂട്ടിക്കട്ടെ. ആ ആ പറ്റുമോ? ആ പറ്റുമോ? ആ ആ എന്നാ ഒന്ന് ജയിച്ചേ, ഇന്ന് കാണണമല്ലോ. കാണിച്ചു തരാം. ആ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. വലിയ കേമത്തി ഏതാണ്ടൊക്കെ പറഞ്ഞു. ജയിക്കുമോ? ചേച്ചി പറഞ്ഞ, പക്ഷെ ഞാനേ ജയിക്കത്തുള്ളൂ. ഞാനാ വെക്കുന്നെങ്കിൽ ഞാൻ ഒരു 2 എണ്ണം പോലും വെക്കത്തില്ല. ഇപ്പം മീനുകുട്ടി വെക്കുന്ന കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നും. സമയം പോകുന്നു, സമയം പോകുന്നു. ടൈമറില്ല, എന്നാലും വേഗം ചെയ്താൽ. ഇത് 5 മിനിറ്റ് കൊണ്ടൊന്നും പറ്റിയല്ല കേട്ടോ, അവളെ സമ്മതിക്കണം. അതെ അതെ അതെ. എന്നിട്ടും അവൾ അത്രയും ചെയ്തല്ലോ അല്ലേ? ഇതുവരെ വെക്കാത്ത ഒരു ബസ്സിൽ അവൾ അത്രയും നേരം കൊണ്ട് അത്രയും ചെയ്തു തീർത്തേ. അതെ അതെ അതുകൊണ്ടാണ് നമ്മൾ അവൾക്ക് ക്യാഷ് പ്രൈസ് കൊടുത്തത്. അതെ മിടിക്കുക. ഞാൻ കുറച്ചുകൂടി ഉള്ളൂ. മീനുകുട്ടിക്ക് കുറച്ചും കൂടെ ഉള്ളു. എനിക്ക് അത്ര തന്നെ ഉള്ളൂ. നീ അങ്ങോട്ട് നോക്കാതെ മീനു, വേഗം നീ നിന്റെ നോക്കും. എടി എന്നെ നോക്കി പയ്യെ ഇരുന്ന് ചെയ്തോടി. അമ്മ എനിക്ക് ജയിക്കാമല്ലോ. ഇത് കേറുന്നില്ല. എന്റെ അങ്ങാട് കേറുന്നുണ്ട്. ആ ഇത് ഇവിടെ അല്ല, പിന്നെ എങ്ങനെയാ കേറുന്നത്? ഇങ്ങനെ ഒടിഞ്ഞു പോയിക്കോ. ഇതൊക്കെ എവിടെ വെക്കുന്ന സാധന? ഞാൻ കഴുത്തേ വെക്കും. മീനുകുട്ടിക്ക് കുറച്ചുകൂടെ ഉള്ളു. എനിക്ക് തോന്നുന്നില്ല. അയ്യോ എന്നാ പറ്റി? അവക്ക് ഇച്ചിരി എനിക്ക് തോന്നുന്നു ചേച്ചി ജയിക്കുമെന്ന്. അയ്യോ ചെലപ്പോ ഞാൻ ജയിക്കും. കുഞ്ഞെ വേഗം ചെയ്യാ. ചേച്ചി ജയിക്കാൻ പാടില്ല. മീൻകൂട്ടം ജയിക്കണമെന്നാണ് അമ്മയ്ക്ക്. എനിക്ക് ഒരെണ്ണം ഉളുക്ക്. അയ്യോ അയ്യോ. അയ്യടാ ഇട്ടുണ്ട്. അയ്യടാ. നിനക്കിനി എത്രണ്ണം കൂടെ ഉണ്ടോ? ഒന്നുകൂടെയോ 2ഓ? അയ്യടാ. സെക്കൻഡ് 2 പേരുള്ള ഈ സെക്കൻഡ് ഞാനായിരിക്കും. ആ 2 പേരുള്ളപ്പോ ഏതായാലും സെക്കൻഡ് കിട്ടും. ആണ്ട് വെള്ള പൊട്ടിപ്പോയി. അപ്പൊ അത് എന്റെ കൈ വെച്ചപ്പോ പക്ഷെ ഒന്ന് പൊട്ടിച്ചു പോയതാ. അത് കുഴപ്പമില്ല. അല്ലാതെ ഞാൻ ജയിച്ചാൽ ഇപ്പൊ 2ാമത്തെ റൗണ്ടിലെ 100 രൂപ അവള് കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ ടോട്ടൽ അവൾക്ക് 200 രൂപ ഈ ഒരു ഗെയിം കഴിയുമ്പോ അവൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മാനം കൊടുത്തേക്കാം. അപ്പൊ സമ്മാനം കൊടുക്കാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ സെക്കൻഡ് റൗണ്ടിലെ 100 രൂപ വീതം 200 രൂപ വിജയിക്ക് നമുക്ക് കൈമാറാം. ആ കൈ കുട്ടിക്ക്. ഫസ്റ്റ് റൗണ്ടിൽ ഞാനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നോക്കാനും പറ്റില്ല, ജയിക്കാനും പറ്റില്ല. അത് നന്നായി, അല്ലേ? നീ തോറ്റേനെ. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തോറ്റു പോയിരിക്കുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്നേലും നീ തോക്കുമായിരുന്നു. ഒരു എക്സ്പെർട്ടിനോടാണ് ഞാൻ കളിച്ചത്, അതുകൊണ്ട് ഞാൻ തോറ്റു തുഞ്ഞം പാടി. പക്ഷെ 2 എണ്ണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് സാരില്ല, ഇച്ചിരി സ്ലോ ആയിരുന്നെങ്കിൽ ഞാൻ ഇവളുടെ ഒക്കെ നോക്കിയിരുന്നു കുറച്ച് സമയം ഇങ്ങനെ പോയി. അത് സാരില്ല. എന്നെയാണെങ്കിൽ കൊച്ചിന് കിട്ടി. 200 രൂപ ഇന്ന് മേടിച്ചോണ്ടേ. കഴിഞ്ഞ മൾബറി ചാലഞ്ചിലും 100 രൂപ മേടിച്ചോണ്ടോയത് ഇവളാണ്. ആ ശരിയാണല്ലോ. എനിക്ക് അതിലും കിട്ടിയില്ല. കൊച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഴവർക്കാല് 100 രൂപയല്ലേ 200 രൂപ. ആ ശരി, 200ആയിരുന്നു. 200 ആയിരുന്നു. അതെ അതെ അതെ. എനിക്ക് ഇതുവരെ ഒറ്റ പൈസ പോലും കിട്ടിയിട്ടില്ല. ഇനി അടുത്ത ഏതെങ്കിലും ചലഞ്ച് ഞാൻ മേടിക്കാൻ ശ്രമിക്കും. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനിയും ഇതുപോലത്തെ ചലഞ്ചുകളായിട്ടും ഒക്കെ ഞങ്ങൾ വീണ്ടും വരാം. ബൈ.
ടാറ്റാ.